ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് 3D AI നമ്മൾ തമ്പനെയിലിൽ കണ്ടതുപോലെ തന്നെ 3D AI ഇമേജസ് ഒക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത്, അതായത് യൂട്യൂബ്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയകളുടെയും 3D അതായത് നമ്മുടെ 3D ഫോട്ടോ വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള ഇമേജസ് ഒക്കെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെ നമുക്ക് നോക്കാം. നമുക്കിത് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിലാണ്. പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാൻ പോവുകയാണ്. പ്ലേ സ്റ്റോറിൽ നമ്മൾ സെർച്ച് ഐക്കൺ കാണും. സെർച്ച് ഐക്കണിൽ bing.ai എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഞാൻ നേരത്തെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇങ്ങനെ കാണിച്ചു തരാൻ പോവുകയാണ്. നമ്മൾ bing.ai എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ബിങ് എന്നാണ് ഇതിൻ്റെ യൂസ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് ഡൗൺലോഡ് ചെയ്യുന്ന ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈസി ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് ലോഗിൻ ചെയ്യുക. ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ആപ്ലിക്കേഷൻ ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ബിങ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ ഇമെയിൽ കൊടുത്തിട്ട് നമ്മളിത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്താൽ മാത്രമായിരിക്കും നമുക്കിതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ബിങ്. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ താഴത്തെ ഐക്കണൊക്കെ ഉണ്ട്. അത് ഐക്കണിൽ ഏറ്റവും അവസാനത്തെ ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇങ്ങനത്തെ ഒരു വിൻഡോസൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇൻട്രസ്റ്റ്, ബുക്ക് മാർക്സ്, ഹിസ്റ്ററി, സെറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞൊരു വിൻഡോ ഒക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയതിനു ശേഷം താഴോട്ട് എക്സ്പ്ലോർ എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. അതിൽ ധാരാളം അതായത് ഈ ബിങ്ങിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഇത് എക്സ്പ്ലോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു ഇമേജ് ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് ലോഡായിട്ട് വരികയാണ്. ലോഡായിട്ട് വന്നതിന് ശേഷം അവിടെ ഒരു കോഡ് ടൈപ്പ് ചെയ്യേണ്ടത് കാണും. 1 to see how to image create works എന്ന് പറഞ്ഞാൽ, അതായത് ഇനി നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാനിത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെയും കോപ്പി ചെയ്തോ ഇതിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഞാനിത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. ഈ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാണ് നമ്മുടെ കോഡ്. ഈ കോഡ് വഴിയായിരിക്കും നമ്മുടെ മിക്കതും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ 3D മോഡൽസൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതിനുശേഷം ഞാൻ ഇത് 2-3 എഡിറ്റിങ്സൊക്കെ ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്ന്. ഇത് നമ്മൾ ഏജ് കൊടുക്കണം. ഏജ് എത്രയാണോ നമ്മുടെ ഏജ്, നമുക്ക് 18ഓ 25ഓ 30 ഏജ് എത്രയാണോ അത്രയും ഏജ് കൊടുക്കുക. ഇത് അതിനുശേഷം 25 ഇയേഴ്സ് ഓൾഡ് ബോയ് എന്നായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഗേളാണോ ബോയ് ആണെന്ന് നോക്കിയിട്ട് അത് അങ്ങനെ കൊടുക്കുക. അതിനുശേഷം സോഷ്യൽ മീഡിയ ലോഗോ നമ്മൾ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് ഏതെങ്കിലും ടോപ്പ് മോഡൽ ക്ലോത്തോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്തിൻ്റെ മോഡലോ, അതായത് എന്തെങ്കിലും മോഡൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ചേർക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ എഡിറ്റ് ചെയ്ത് ചേർക്കാം. അല്ലെങ്കിൽ ഇത് തന്നെ ഇട്ടിരിക്കാം. അതിനുശേഷം നമ്മുടെ കുറച്ച് താഴോട്ട് വരുമ്പോൾ നമ്മുടെ നെയിം ഇതിൽ കാണും. നെയിം നമ്മളെ പേരെന്താണോ അതിൽ കൊടുക്കുക. ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് എൻ്റെ പേര് കൊടുക്കുകയാണ്. എന്നിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു 10-20 സെക്കൻഡെങ്കിലും നമുക്കിതിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്ത് അത് ഫുള്ളായിട്ട് ലോഡ് ചെയ്ത് വരാൻ വേണ്ടി നെറ്റിൻ്റെ കുറച്ചുള്ള ഇതും കാണും. അല്ലാതെ ലോഡായിട്ട് വരാൻ വേണ്ടി ഒരു 10-20 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. അത് നമ്മുടെ ഇത് ലോഡായിട്ട് വരികയാണ്. അതിനുശേഷം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇമേജസൊക്കെ ഇത് നമുക്ക് ഗേളെന്ന് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഗേളിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇതേപോലുള്ള ഇമേജസ് നമുക്ക് കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഈസി ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് 4 ഫോട്ടോസൊക്കെ ആയിരിക്കും അതിൽ വരണം. വേണമെങ്കിൽ ഈ ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഒരു 3 ഡോട്ട് കാണും. 3 ഡോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ഒരു ഇതും കൂടെ കാണിച്ചു തരാൻ പോവുകയാണ്. നമ്മുടെ ഇത് ഇൻസ്റ്റാഗ്രാമിന് പകരം ഞാൻ വാട്സപ്പ് കൊടുക്കുകയാണ്. എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. വാട്സപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രിയേറ്റിംഗ് ആണ്. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. നമ്മൾ ഇയർ അനുസരിച്ചോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ
വേറെ ട്വിറ്റർ അക്കൗണ്ടോ എന്ത് യൂസ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ടോ എന്ത് വേണം എല്ലാ സോഷ്യൽ നമ്മൾ തമ്പനയിൽ കാണിച്ചതുപോലെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും ഈ ടൈപ്പ് ക്രിയേറ്റ് ചെയ്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റേണ്ട അത്രേ ഉള്ളൂ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈസി ആയിട്ട് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പിൽ DP ആയിട്ട് വേണമെങ്കിൽ ഇടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ, ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാനുള്ള പ്രതീക്ഷയോടെ ബായ്.